KGF 2-ന് ശേഷം പിന്നീട് യാഷിൻ്റെ ഒരു പടം തിയേറ്റർ കണ്ടിട്ടില്ല. അതിന് കാരണം ടോക്സിക് എന്ന ചിത്രത്തിന് വേണ്ടി പുള്ളി ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ്. മാർച്ച് 19-ന് റിലീസിനെത്തേണ്ട ചിത്രത്തിൻ്റെ യുദ്ധം കാരണം റിലീസ് മാറ്റി ജൂൺ 5-ലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ പോസ്റ്റ്പോൺ അടിച്ചിട്ടൊന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിന് കാരണം ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള KVN പ്രൊഡക്ഷൻസ് തന്നെയാണ്. ആ ഒരു ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിലാണ് ജനനായകൻ പുറത്തിറങ്ങാനിരുന്നത്. ജനനായകൻ ഏപ്രിൽ റിലീസിന് എത്തുമെന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല. ഇനി ജനനായകൻ്റെ റിലീസ് മെയ്യോ ജൂണോ നോക്കിയാൽ മതി. അതുകൊണ്ടൊക്കെ തന്നെ ടോക്സിക് ചിത്രത്തിൻ്റെ റിലീസ് വൈകും. ഏകദേശം ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ഇനി ടോക്സിക് ചിത്രത്തിൻ്റെ ആയാലും റിലീസ് പ്രതീക്ഷിച്ചാൽ മതി. ആദ്യം തന്നെ കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ആണ്. ചിത്രം വരുന്നത് ജൂൺ 5-ന് വെല്ലുവായിട്ട് തിയേറ്ററിലേക്ക് റിലീസ് എത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് ബബബ 2 എന്ന ചിത്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ബബബ 1 ചിത്രം വലിയ രീതിയിൽ സക്സസ് ഒന്നും ആയി മാറിയില്ല. 2 വരുവാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്റിൽ അഴിഞ്ഞാട്ട മോഡൊക്കെ തന്നെയാണ് വരാനിരിക്കുന്നത്. ഫസ്റ്റ് വലിയ രീതിയിൽ സക്സസ് ആകാത്തതുകൊണ്ടൊക്കെ തന്നെ സെക്കൻഡ് പാർട്ട് വരാനുള്ള പോസിബിലിറ്റീസും വളരെ കുറവ് തന്നെയാണ്. അടുത്തതായി കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് SS രാജമൗലിയുടെ വാരണാസി ചിത്രത്തിൻ്റെ അപ്ഡേറ്റിനാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തോടൊക്കെ തന്നെ കംപ്ലീറ്റ് ആകുമെന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് കൈദി 2-നെ പറ്റിയാണ്. മാസ്റ്റർ വിക്രമിനൊക്കെ ശേഷം വരാനിരുന്ന കൈദി 2 ഇപ്പോൾ വരെ ഇത്രയും ഡിലേ ആയത് നമുക്കറിയാവുന്നതാണ്. ഒരുപാട് ചിത്രങ്ങൾക്ക് ശേഷം ഇനി അല്ലു അർജുൻ്റെ പ്രൊജക്റ്റിന് ശേഷം കൈദി 2 തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും പ്രൊജക്റ്റ് കയറി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കറൻ്റ്ലി അല്ലു അർജുൻ പ്രൊജക്റ്റിന് ശേഷമാണ് കൈദി 2 വരാൻ പോകുന്നത്. എന്തായാലും അതിന് നല്ല രീതിയിലുള്ള ഡിലേയും പരിപാടികളൊക്കെ തന്നെ വരും. അടുത്തതായി ചോദിച്ചുള്ളത് ജനനായകൻ്റെ റിലീസ് ഡേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ്യോ ജൂണോ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മെയ് റിലീസ് ആണെങ്കിൽ മോസ്റ്റ്ലി കാണുന്നത് മെയ് 8-നോ അല്ലെങ്കിൽ മെയ് 14-നോ ആയിട്ട് ചിത്രം തിയേറ്റർ റിലീസ് ഉറപ്പിക്കും. അടുത്തതായി ഒരാൾ കമൻറ്റ് വഴി ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പല സിനിമകളുടെ അപ്ഡേറ്റ് ഞാൻ റീസെൻ്റ്ലി വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടാകും. നീ ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ കൃഷി 3-യെ പറ്റിയൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കൃഷി 3 നേരത്തെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി കൃഷി 4-ൻ്റെ അപ്ഡേറ്റാണ് ചോദിച്ചതെങ്കിൽ ഈ ഒരു വർഷം തന്നെ ചിത്രത്തിൻ്റെ വർക്കുകൾ തുടങ്ങാനാണ് ചിത്രത്തിലെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലോകേഷിൻ്റെ ആയാലും അല്ലു അർജുൻ്റെ ആയാലും കരിയറിലെ തന്നെ മറ്റൊരു ഹൈപ്പുള്ള ഒരു വമ്പൻ പ്രൊജക്റ്റ് തന്നെയാണ് AA23 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ പറ്റി കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തെ തിരക്കഥ ഒരുക്കാൻ തെലുങ്കിൽ നിന്ന് 2 റൈറ്റേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ശിവകാർത്തികേയൻ നായകനെ കമലഹാസൻ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അണ്ടറിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സിയോൺ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ഫീമെയിൽ ലീഡിൽ ഭാഗ്യശ്രീ വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഈ വരുന്ന മെയ് 2nd വീക്കോട് കൂടി ആരംഭിക്കുന്നതാണ്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ഏകദേശം 55 കോടി രൂപയ്ക്കോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റൂമർ പ്രകാരം ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ഏകദേശം 65 കോടി രൂപയോളം ശിവകാർത്തികേയൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമറും പുറത്തിറങ്ങിയിട്ടുണ്ട്. വാഴ 2-ൻ്റെ ഒരു വലിയൊരു ബോക്സ് ഓഫീസ് പവറിനൊപ്പം പിടിച്ചു നിന്നിട്ടുള്ള മറ്റൊരു മലയാള സിനിമയായിരുന്നു മോഹിനിയാട്ടം എന്ന സൈജു കുറുപ്പിൻ്റെ ചെറിയൊരു പടം. കാരണം ഏകദേശം 6 കോടി ബഡ്ജറ്റിൽ വന്ന് ഇപ്പോൾ വെയിലൂടായിട്ട് 35 കോടി രൂപയോളം കളക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ 23 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. സൈജു കുറുപ്പിൻ്റെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡ് മോഹിനിയാട്ടം എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. മികച്ച വിജയം നേരിട്ടുള്ള ഒരു വയലൻസ് ചിത്രമായിരുന്നു കിൽ എന്ന ചിത്രം. തുടർന്ന് ഈ ഒരു ചിത്രത്തിൽ ഒരു 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. 2ാം ഭാഗത്തിൻ്റെ വർക്കുകളും പരിപാടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് പേട്രിയോട്ട് എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇതുവരെയായിട്ടും പ്രീസെയിൽ കളക്ഷന് ഏകദേശം 11 കോടി രൂപയ്ക്ക് മുകളിലാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൻ്റെ GCCയിലൊക്കെയുള്ള അഡ്വാൻസ് ബുക്കിംഗ് പരിപാടികളൊക്കെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് സൗദി അറേബ്യയിലൊക്കെയുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും FDയിൽ മികച്ച ഒരു നമ്പർ ഓഫ് ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രത്തിന് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഏകദേശം കൺഫേം ആയിട്ടൊരു കാര്യം തന്നെയാണ്. ചിയാൻ വിക്രമിൻ്റെ ഒരുപാട് വർഷങ്ങളായി അല്ലെങ്കിൽ ഏകദേശം ഒരു 10 വർഷത്തോളം റിലീസ് തീയതി മാറ്റിയും ഷൂട്ടിങ്ങും അങ്ങനെ മൊത്തത്തിലൊരു സിനിമയെ തള്ളി നീക്കാൻ പറ്റുന്നിടത്ത് തന്നെ പരമാവധി തള്ളി നീക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ധ്രുവ നക്ഷത്രം എന്ന ചിത്രം. ചിത്രത്തിന് ഏറ്റവും പുതിയൊരു റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ വരുന്ന ജൂൺ 4-ന് റിലീസിന് ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ചാക്കോച്ചനും ചിദംബരമൊക്കെ പ്രധാന വേഷത്തിലുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏകദേശം 3 കോടി രൂപയോളം കളക്ട് ചെയ്ത് ചിത്രം തിയേറ്ററിൽ വലിയൊരു പരാജയം മാറിയിരിക്കുകയാണ്. തലൈവർ രജനീകാന്ത് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ 2. ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിലെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ലീഡിൽ നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നോബഡി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഭയങ്കര രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു പൃഥ്വിരാജ് സുകുമാരൻ ചിത്രമാണ്. കാരണം കെട്ടിയോളാൻ്റെ മാലാഖ, റോഷാക്ക് പോലുള്ള ഡിഫറൻറ്റ് ആയിട്ട് എക്സ്പെരിമെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നിസാം ബഷീറിലുള്ള ആ ഒരു ഡയറക്ടറുള്ള കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന മെയ് 1-ന് പാട്രിയോട്ട് എന്ന ചിത്രത്തിൻ്റെ പ്രിൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിൻ്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്.
അടുത്ത അപ്ഡേറ്റ് ആണ് എല്ലാവരും കാത്തിരുന്ന ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ലിയോ 2. ലിയോ 2വിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇപ്പോൾ ലിയോ മാത്രമല്ല ലിയോ ചിത്രവും വിക്രം ചിത്രത്തിൻ്റെയൊക്കെ റൈറ്റർ ആയിട്ടുള്ള രത്നകുമാറാണ് ലിയോ 2വിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ലിയോ 2 ഇനി നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. മേ ബി ഇപ്പോൾ കൈദി 2 ഒക്കെ ഇപ്പോൾ നേരത്തെ നടന്നു പോയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ലിയോ 2 നടന്നു പോയെന്നേ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ആദ്യം ഈ ഒരു ലിയോ എന്ന ചിത്രത്തിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പുറത്തു വിടട്ടെന്നാണ്. അതിനുശേഷം നമുക്ക് ലിയോ 2വിനെ പറ്റിയൊക്കെ ആലോചിക്കാമെന്നാണ് രത്നകുമാർ ആയാലും പറഞ്ഞിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ പലവർക്കും ഒരു വിഷമം കാണും. കാരണം അത്രയും വലിയ ഒരു ഹോപ്പുള്ള ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇനി വരില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതെന്തായാലും നമുക്ക് മുഴുവനായിട്ടും തള്ളിക്കളയാനും പറ്റില്ല, തള്ളിക്കളയാതിരിക്കാനും പറ്റില്ല. ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ലോകേഷ് തന്നെയാണ് പറയേണ്ടത്. ബട്ട് ലിയോ പോലുള്ള വലിയൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള രത്നകുമാറാണ് ഈ ഒരു കാര്യമായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലിയോ 2 ഒക്കെ ആയാലും ഇപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം കൈദി 2 ഒക്കെ ഇപ്പോൾ നടന്ന് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ടൈമാണെങ്കിൽ ലിയോ 2 വരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ലോകേഷിൻ്റെ ആയാലും കൈ നിറയെ സിനിമകളൊക്കെ ഉള്ളൊരു ഡയറക്ടർ നമുക്ക് പറയാൻ പറ്റും. കാരണം വലിയ വലിയ പ്രൊജക്റ്റാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ലിയോ 2 വരാനുള്ള ചാൻസസും കുറവാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു ദളപതി പടം വന്നാൽ പോലും ലോകേഷിന് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അള്ളി പടമായിരിക്കും മിക്കവാറും ദളപതി 17 ആയാലും വരികയാണെങ്കിൽ ഉണ്ടാവുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിൻ്റെ ഡയറക്ടറാണ് ലോകേഷ് തന്നെ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.